ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മളുടെ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ടാണ് കേട്ടോ. BFA നടത്തിയിട്ടുള്ള ഒരു ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ടാണ്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഇനി വരാൻ പോകുന്ന നമ്മുടെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ, അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ് OA-ക്കും ലാബ് അസിസ്റ്റന്റിനും ഒക്കെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. റീസൺ എന്ന് പറയുന്നത് അതിന്റെ എല്ലാം തന്നെ സെയിം സിലബസ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഇനി വരാനായിട്ട് പോകുന്ന നമ്മുടെ ബെവ്കോ LD അതുപോലെ VFA പോലുള്ള പരീക്ഷകൾക്കും ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. കാരണം എന്താണ്, എല്ലാത്തിനും ഓൾമോസ്റ്റ് സെയിം സിലബസ് തന്നെയാണ്. 10th ലെവൽ എക്സാം ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ചോദ്യപേപ്പറിലോട്ട് നമുക്ക് പോയാലോ. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഹിസ്റ്ററി ഓഫ് കേരള. ഹിസ്റ്ററി ഓഫ് കേരള എന്ന് പറയുന്ന പുസ്തകം രചിച്ചത് ആരാണ്? ഹിസ്റ്ററി ഓഫ് കേരള പുസ്തകം രചിച്ചിട്ടുള്ളത് ആരാണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ. സർദാർ KM പണിക്കരാണ്. ആരാണ്? സർദാർ KM പണിക്കരാണ് ഹിസ്റ്ററി ഓഫ് കേരള എന്ന പുസ്തകം രചിച്ചത്. ഓക്കെ, മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണമെന്ന് സൂചിപ്പിക്കുന്ന ഗ്രന്ഥം ഏത്? ഓക്കെ, മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണമെന്ന് സൂചിപ്പിക്കുന്ന ഗ്രന്ഥം ഏതാണ്? 1.25 കോടി മലയാളികൾ. 1.25 കോടി മലയാളികളാണ് ആൻസർ എന്ന് പറയുന്നത് അല്ലെ. 1.25 കോടി മലയാളികൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടുകേൾവി എന്താണ്? ആരാണ് ഇത് എഴുതിയത്, അല്ലെങ്കിൽ ഇത് ഏത് വിഭാഗത്തിൽ പെടുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളാണ് യൂഷ്വൽ ആയിട്ട് കണ്ടുവരുന്നത്. പക്ഷെ ഇവിടെ ചോദിച്ചിരിക്കുന്നത് മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണമെന്ന് സൂചിപ്പിക്കുന്ന ഗ്രന്ഥം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? 1.25 കോടി മലയാളികളാണ്. ഓക്കെ, പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഇന്ത്യയും ചൈനയുമാണ്. ഇന്ത്യ, ചൈന. 1857 കലാപത്തില് നാനാ സാഹിബ് നേതൃത്വം നൽകിയ സ്ഥലം ഏതായിരുന്നു? നാനാ സാഹിബ് നേതൃത്വം നൽകിയ സ്ഥലം ഏതായിരുന്നു? ഏതാണ് ആൻസർ എന്ന് പറയുന്നത്? ഓപ്ഷൻ സി ആണ്. കാൺപൂരാണ് അല്ലെ. നമ്മൾ ഈ 1857 കലാപത്തിനെ കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഇതില് നമ്മൾ വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് ഓരോരുത്തരും എവിടെയൊക്കെയാണ് നേതൃത്വം വഹിച്ചിട്ടുണ്ട് എന്നുള്ളത്. അപ്പൊ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ പോയി കാണുക കേട്ടോ. അപ്പൊ ഇതിൽ ഇവിടെ ആൻസർ എന്താണ്? ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, 1775 രണ്ടാം അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസ് നടന്നത് എവിടെയാണ്? രണ്ടാം അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസ് നടന്നത് എവിടെയാണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഫിലാഡൽഫിയ. SCERT ഫാക്ട് ആണ്. ഫിലാഡൽഫിയ. ഓക്കെ, ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആരാണ്? ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആരാണ്? ഓപ്ഷൻ എ ആണ്. ആന്റോണിയോ ഗുട്ടറസ്. NCERT-യിലും ഇദ്ദേഹത്തെ കുറിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അടുത്ത എന്താണ്? താഴെ തന്നിരിക്കുന്ന വാതകങ്ങളിൽ പ്രാദേശിക വാതകത്തിന് ഉദാഹരണമല്ലാത്തത് ഏതാണ്? പ്രാദേശിക വാതകത്തിന് ഉദാഹരണമല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. ചക്രവാതമാണ്. ചക്രവാതം. ഓപ്ഷൻ സി, ചക്രവാതം. ഓക്കെ, അടുത്ത എന്താണ്? ആഗ്നേയ ശിലയുമായി ബന്ധമില്ലാത്ത സവിശേഷത തന്നിരിക്കുന്നവയിൽ നിന്ന് കണ്ടെത്തുക. ഓക്കെ, ഈ ശിലയെ പ്രാഥമിക ശിലയെന്നും വിളിക്കുന്നു. ഈ ശിലയ്ക്ക് ഉദാഹരണമാണ് ബസാൾട്ട്. കേരളത്തിൽ ഏറ്റവും അധികം കാണുന്നത് ഈ ശിലയാണ്. ഈ ശിലകൾ ഭൂമിക്കകത്തും പുറത്തും രൂപം കൊള്ളുന്നു. SCERT ഫാക്ട് ആണ്. ഏതാണ് ആൻസർ എന്ന് പറയുന്നത്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. കേരളത്തിൽ ഏറ്റവും അധികം കാണുന്നത് ഈ ശിലയാണ്. ഓക്കെ, എന്താണ് ക്ലിഫ്? ക്ലിഫ് എന്നാൽ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ക്ലിഫ്? ഇത് തിരമാലയുമായി ബന്ധപ്പെട്ട ഭൂരൂപമാണ്. എന്താണ്? തിരമാലയുമായിട്ട് ബന്ധപ്പെട്ട ഭൂരൂപമാണ്. ഓക്കെ, താഴെ പറയുന്നവയിൽ കൂട്ടത്തിൽ ചേരാത്ത ഭൂരൂപം ഏതെന്ന് തിരിച്ചറിയുക. ഓക്കെ, തന്നിരിക്കുന്നവയിൽ കൂട്ടത്തിൽ ചേരാത്ത ഭൂരൂപം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്. ടെറായി ആണ് കേട്ടോ. ടെറായി ആണ് ആൻസർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഏറ്റവും പുതിയ ക്വസ്റ്റ്യൻ പേപ്പറും അതുപോലെ തന്നെ ഇനി വരുന്ന എക്സാംസിന് ആവശ്യമുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയതുകൊണ്ടും നിങ്ങൾക്ക് ഇതിന്റെ റിലേറ്റഡ് ഫാക്ട്സ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. ഞാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്തു തരാം കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? കേരളത്തിലെ പ്രധാന പദ്ധതികളും ജലവൈദ്യുത പദ്ധതികളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലയും തന്നിരിക്കുന്നു. ശരിയല്ലാത്തത് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ആൻസർ എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ശബരിഗിരി, പത്തനംതിട്ട. സമീപകാലത്ത് ഇന്ത്യൻ കരസേന വിജയ് ദുർഗ് എന്ന് പേര് മാറ്റിയ ഫോർട്ട് വില്യം എവിടെയാണ്? സമീപകാലത്ത് ഇന്ത്യൻ കരസേന വിജയ് ദുർഗ് എന്ന് പേര് മാറ്റിയ ഫോർട്ട് വില്യം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ ഡി ആണ്. കൊൽക്കത്തയിലാണ്. ഓക്കെ, ചുവടെ തന്നിട്ടുള്ളവയിൽ നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ ഏതെല്ലാം? ഓക്കെ, ഉൾപ്പെടുന്നവ ഏതൊക്കെയാണ്? വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കൂട്ടുക,
ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളാക്കി മാറ്റുക, പ്രബല മധ്യവർഗത്തെ സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാൻ പ്രയോജനപ്പെടുത്തുക. ഇവിടെ ആൻസർ എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ. എന്താണ്? 2ഉം 3ഉം ആണ്. 2ഉം 3ഉം ആണ്. ഓക്കെ, ഓപ്ഷൻ എന്താണ്? ഡി ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്ര ചിന്തകളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ എന്തെല്ലാം? ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്ര ചിന്തകളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ ഏതെല്ലാമാണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. എന്താണ്? സമത്വത്തിൽ അടിയുറച്ച സമ്പദ് വ്യവസ്ഥയുടെ രൂപീകരണം, സ്വയം പര്യാപ്തവും സ്വാശ്രയവുമായ പ്രാദേശിക സമ്പദ് വ്യവസ്ഥ. ഓക്കെ, ഇതാണ് ആൻസർ എന്ന് പറയുന്നത്. ചുവടെ തന്നിട്ടുള്ളവയില് തെറ്റായ ജോഡി ഏത്? തന്നിരിക്കുന്നവയില് തെറ്റായിട്ടുള്ള ജോഡി ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ആണ്. ദാദാഭായ് നവറോജി മിച്ച മൂല്യ സിദ്ധാന്തം. ഇതാണ് തെറ്റായിട്ടുള്ള ജോഡി എന്ന് പറയുന്നത്. എന്താണ്? ദാദാഭായ് നവറോജി മിച്ച മൂല്യ സിദ്ധാന്തം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് താഴെ തന്നിട്ടുള്ളവരിൽ 2024 പത്മവിഭൂഷൺ ബഹുമതി ലഭിച്ച വ്യക്തി. പത്മവിഭൂഷൺ ബഹുമതി ലഭിച്ചിട്ടുള്ളത് ആർക്കാണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. പത്മ സുബ്രഹ്മണ്യം. ആർക്കാണ്? പത്മ സുബ്രഹ്മണ്യത്തിനാണ് ലഭിച്ചിരിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ചുവടെ തന്നിട്ടുള്ളവയിൽ ഉൽപാദക ഘടകമായ മൂലധനത്തിന്റെ സവിശേഷതകളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ ഏതെല്ലാം? ഓക്കെ, മൂലധനം മറ്റെല്ലാ ഉൽപാദക ഘടകങ്ങളെയും സഹായിക്കുന്നു. മൂലധനം തൊഴിലാളികളുടെ ഉൽപ്പന്ന നിർമ്മാണത്തിനുള്ള ശേഷി വർദ്ധിപ്പിക്കുന്നു. മൂലധനത്തിനുള്ള പ്രതിഫലം ലാഭമാണ്. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. എന്താണ്? 1ഉം 2ഉമാണ്. മൂലധനം മറ്റെല്ലാ ഉൽപാദക ഘടകങ്ങളെയും സഹായിക്കുന്നു. അതുപോലെ തന്നെ മൂലധനം തൊഴിലാളികളുടെ ഉൽപ്പന്ന നിർമ്മാണത്തിനുള്ള ശേഷി വർദ്ധിപ്പിക്കുന്നു. ഓക്കെ, ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ചുവടെ തന്നിട്ടുള്ളവരിൽ ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിട്ടുള്ളവര് ആരെല്ലാമാണ്? ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിട്ടുള്ളവർ ആരൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരൊക്കെയാണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. അല്ലെ? ആരാണ്? നിർമ്മല സീതാരാമൻ, മൊറാർജി ദേശായി, ചരൺ സിംഗ്. ഓക്കെ, ഇവരെല്ലാം തന്നെ ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് മന്ത്രി ആയിട്ടുള്ളവരാണ്. 1, 2, 3. ഓക്കെ, 3 പേരും ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ചുവടെ തന്നിട്ടുള്ളവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നഗരം ബോംബെയാണ്. ഇന്ത്യയിൽ ഭക്ഷ്യവിളകളുടെ ഉൽപാദനത്തിൽ ചോളത്തിന് 3ആം സ്ഥാനമാണുള്ളത്. ചണനാരിനെ യൂണിവേഴ്സൽ ഫൈബർ എന്നും അറിയപ്പെടുന്നു. ഓക്കെ, ചണനാര് യൂണിവേഴ്സൽ ഫൈബർ എന്നും അറിയപ്പെടുന്നു. ആൻസർ എന്താണ്? ഓപ്ഷൻ എ ആണ്. അല്ലെ? എന്താണ്? കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നഗരം ബോംബെയാണ്. ഇന്ത്യയിൽ ഭക്ഷ്യവിളകളുടെ ഉൽപാദനത്തിൽ ചോളത്തിന് 3ആം സ്ഥാനമാണ് ഉള്ളത്. ഓക്കെ, ആൻസർ എന്താണ്? ഓപ്ഷൻ എ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? മന്ത്രിസഭയിലെ മൊത്തം മന്ത്രിമാരുടെ എണ്ണം ലോക്സഭയിലെ മൊത്തം അംഗങ്ങളുടെ 15% കവിയാൻ പാടില്ല എന്ന് വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ ഭേദഗതി ഏതാണ്? ഓപ്ഷൻ ബി ആണ്. 91 ഭരണഘടനാ ഭേദഗതി. രാജ്യസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. 2 ഭാഗം അംഗങ്ങൾ ഓരോ 2 വർഷം കൂടുമ്പോൾ പിരിഞ്ഞു പോകുന്നു. രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്. രാജ്യസഭ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു. ധനബിൽ ആരംഭിക്കുവാനുള്ള അധികാരം രാജ്യസഭയ്ക്ക് ഇല്ല. ഇവിടെ ആൻസർ എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ. എന്താണ്? 2ഉം അതുപോലെ തന്നെ 3ഉം 4ഉം മാത്രമാണ് ശരി എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ്? 2ഉം 3ഉം 4ഉം മാത്രമാണ് ശരി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി. ഓക്കെ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടന അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഏതാണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. പി കെ തുങ്കൻ കമ്മിറ്റി. ഓക്കെ, താഴെ തന്നിരിക്കുന്നവയില് ഭരണഘടനയുടെ 4ആം അധ്യായത്തിൽ പെടാത്തത് ഏത്? 4ആം അധ്യായത്തിൽ പെടാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. എന്തൊക്കെയാണ്? സംഘടനാ സ്വാതന്ത്ര്യം, അതുപോലെ തന്നെ പൊതു തൊഴിലിൽ തുല്യ അവസരവും. ഓക്കെ, സംഘടനാ സ്വാതന്ത്ര്യവും പൊതു തൊഴിലില് തുല്യ അവസരവും ഭരണഘടനയുടെ 4ആം അധ്യായത്തിൽ പെടില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിക്കുന്നതിനും ക്രമക്കേടുകളും പരാതികളും അറിയിക്കുന്നതിന് പൗരന്മാർക്ക് വേണ്ടി ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ്? ഏതാണ് മൊബൈൽ ആപ്ലിക്കേഷൻ? ആൻസർ ഓപ്ഷൻ ഡി ആണ്. സി വിജിലാണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ചേരുംപടി ചേർത്തവ പരിശോധിക്കുക. എന്താണ്? യൂണിയൻ ലിസ്റ്റ് പ്രതിരോധം ആണവോർജം, സംസ്ഥാന ലിസ്റ്റ് കൃഷി മത്സ്യബന്ധനം, കൺകറന്റ് ലിസ്റ്റ് മദ്യനിയന്ത്രണം ബാങ്കിങ്. തന്നിരിക്കുന്ന സൂചകങ്ങൾ ഉപയോഗിച്ച് ശരിയായ ഉത്തരം കണ്ടെത്തുക. ഏതാണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ്. 1, 2 എന്നിവ. യൂണിയൻ ലിസ്റ്റ് പ്രതിരോധം ആണവോർജം, സംസ്ഥാന ലിസ്റ്റ് കൃഷി മത്സ്യബന്ധനം. ഓക്കെ, ആൻസർ ഓപ്ഷൻ ബി ആണ്.
അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? നിലവിലെ കേന്ദ്ര പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി ആരാണ്? നിലവിലെ കേന്ദ്ര പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി എന്ന് പറയുന്നത് ആരാണ്? ഓപ്ഷൻ ഡി ആണ് കിരൺ റിജിജു. ഓക്കെ, കിരൺ റിജിജു. ഓക്കെ, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. 1993 ഡിസംബർ 11-നാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. ചെയർപേഴ്സൺ ഉൾപ്പെടെ 3 അംഗങ്ങളാണ് കമ്മീഷനിലുള്ളത്. വിരമിച്ച ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഹൈക്കോടതി ജഡ്ജി ആയിരിക്കും മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ ശരിയെന്ന് പറയുന്നത് എന്താണ്? ശരിയെന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. എന്താണ്? ചെയർപേഴ്സൺ ഉൾപ്പെടെ 3 അംഗങ്ങൾ ഉണ്ടാവും. അതുപോലെ തന്നെ വിരമിച്ച ഹൈക്കോടതി ചീഫ് ജസ്റ്റിസോ ഹൈക്കോടതി ജഡ്ജിയോ ആയിരിക്കും മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ. ഓക്കെ, വിവരാവകാശ നിയമത്തിന്റെ ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. അഴിമതി നിയന്ത്രിക്കുന്നതിന്, ഉദ്യോഗസ്ഥർക്കിടയിൽ ഉത്തരവാദിത്ത ബോധം ഉണ്ടാക്കുന്നതിന്, ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളെ സുതാര്യമാക്കുന്നതിന്. ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ്, എല്ലാം ശരിയാണ്. ലോക തണ്ണീർത്തട ദിനം എന്നാണ്? ലോക തണ്ണീർത്തട ദിനം എന്നാണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, ഫെബ്രുവരി 2. ഓക്കെ, കേരള സംസ്ഥാനത്തിലെ തൊഴിൽ വകുപ്പ് മന്ത്രി, കേരള സംസ്ഥാനത്തിന്റെ തൊഴിൽ വകുപ്പ് മന്ത്രി എന്ന് പറയുന്നത് ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ആരാണ്? ഡി ശിവൻകുട്ടി. ഡി ശിവൻകുട്ടിയാണ് തൊഴിൽ വകുപ്പ് മന്ത്രി എന്ന് പറയുന്നത്. ഓക്കെ, തൊഴിൽ വകുപ്പ് മന്ത്രി ആരാണ്? ഡി ശിവൻകുട്ടി. കേരളത്തിൽ ആകെയുള്ള രാജ്യസഭാ സീറ്റുകൾ, കേരളത്തിലെ ആകെയുള്ള രാജ്യസഭാ സീറ്റുകൾ എന്ന് പറയുന്നത് എത്രയാണ്? 9 ആണ്. 9. ഓക്കെ, കേരള സംസ്ഥാനത്തിന്റെ ഗവർണർ എന്ന് പറയുന്നത് ആരാണ്? സി, ഓപ്ഷൻ സി, രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. കറണ്ട് അഫയർ ആണ്. കേരള സംസ്ഥാനത്തിന്റെ ഗവർണർ എന്ന് പറയുന്ന ആരാണ്? രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ആണ്. ഓക്കെ, 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത്, 2024 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. ആരാണ്? NS മാധവൻ. ആരാണ്? NS മാധവൻ. ഓക്കെ, പല്ലിന്റെ ആന്തരഘടന ചുവടെ തന്നിരിക്കുന്നു. ഇവയിൽ ശരിയായ ജോഡികൾ ഏവ? തന്നിരിക്കുന്നവയിൽ ശരിയായിട്ടുള്ള ജോഡികൾ ഏവ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ശരിയായിട്ടുള്ള ജോഡികൾ? ഇനാമൽ, പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കല. ഡെന്റേൻ, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം. പൾപ്പ് ക്യാവിറ്റി, പല്ലിന്റെ ഏറ്റവും ആന്തരഭാഗം. സിമന്റം, പല്ലിന്റെ മോണയിൽ ഉറപ്പിച്ചു നിർത്തുന്ന യോജക കല. ഓക്കെ, ഇവിടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. 3ഉം 4ഉം ആണ് ശരി. എന്താണ്? പൾപ്പ് ക്യാവിറ്റി, പല്ലിന്റെ ഏറ്റവും ആന്തരഭാഗം. സിമന്റം, പല്ലിന്റെ മോണയിൽ നിന്ന് ഉറപ്പിച്ചു നിർത്തുന്ന യോജക കല. ഓക്കെ, ചുവടെ കൊടുത്തിരിക്കുന്നവയിലെ ആന്റി സ്റ്റെറിലിറ്റി ജീവകം എന്നറിയപ്പെടുന്നത് ഏതാണ്? ചുവടെ കൊടുത്തിരിക്കുന്നവയിലെ ആന്റി സ്റ്റെറിലിറ്റി ജീവകം എന്നറിയപ്പെടുന്നത് ഏതാണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. എന്താണ്? ജീവകം ഇ ആണ്. ജീവകം ഇ ആണ്. ആന്റി സ്റ്റെറിലിറ്റി ജീവകം എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ സി, ജീവകം ഇ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സാംക്രമിക രോഗങ്ങളും അവയുടെ രോഗകാര്യങ്ങളും തന്നിരിക്കുന്നു. ശരിയായ ജോഡി കണ്ടെത്തുക. തന്നിരിക്കുന്നതിൽ ശരിയായ ജോഡി കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ആൻസർ ഓപ്ഷൻ സി ആണ്. 2 മാത്രമാണ് കേട്ടോ. എന്താണ്? എലിപ്പനി, ലെപ്റ്റോസ്പൈറ. ഓക്കെ, എന്താണ്? എലിപ്പനി, ലെപ്റ്റോസ്പൈറ. ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായിട്ട് സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതി ഏതാണ്? ഓക്കെ, ഏതാണ് രോഗനിർണയ പദ്ധതി എന്ന് പറയുന്നത്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. എന്താണ്? 2 മാത്രം. എന്താണ്? അമൃതം ആരോഗ്യം. അമൃതം ആരോഗ്യം. ഓക്കെ, ചുവടെ കൊടുത്തിരിക്കുന്നവയില് ജനിതക രോഗങ്ങൾ വരുന്ന ജോഡി ഏതാണ്? ചുവടെ കൊടുത്തിരിക്കുന്നവയില് ജനിതക രോഗങ്ങൾ വരുന്ന ജോഡി ഏതാണ്? ഓക്കെ, ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ക്യാൻസർ, സിലിക്കോസിസ്, ഹീമോഫീലിയ, സിക്കിൾ സെൽ അനീമിയ, എയ്ഡ്സ്, ഹെപ്പറ്റൈറ്റിസ്, പോളിയോ, ടെറ്റനസ്. ഓക്കെ, ഇവിടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. എന്താണ്? 2 മാത്രമാണ്. എന്താണ്? 2 മാത്രം. ഹീമോഫീലിയ, സിക്കിൾ സെൽ അനീമിയ. ഓക്കെ, ഹീമോഫീലിയ, സിക്കിൾ സെൽ അനീമിയ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? സൂര്യപ്രകാശത്തിന്റെ ലഭ്യതയ്ക്ക് അനുസരിച്ച് സമുദ്രത്തെ 3 മേഖലകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഉപരിതലം മുതൽ 200 മീറ്റർ വരെ ആഴത്തിൽ യൂഫോട്ടിക് മേഖല, 200 മീറ്ററിന് താഴെ 1000 മീറ്റർ വരെ എഫോട്ടിക് മേഖല, 1000 മീറ്ററിന് താഴെ ഡിസ്ഫോട്ടിക് മേഖല. ഇവിടെ ആൻസർ എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. 1 മാത്രം. ഉപരിതലം മുതൽ 200 മീറ്റർ വരെ ആഴത്തിൽ യൂഫോട്ടിക് മേഖല. ഓക്കെ, ആൻസർ എന്താണ്? ഓപ്ഷൻ എ ആണ്. 1 മാത്രമാണ് ശരി. ലോക പരിസ്ഥിതി ദിനാചരണത്തിന് 2024 ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? ഏതാണ് രാജ്യം? രാജ്യം ഓപ്ഷൻ ഡി ആണ്. ഏതാണ്? 3 ആണ് കേട്ടോ. സൗദി അറേബ്യ. സൗദി അറേബ്യയാണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, മെനിഞ്ചൈറ്റിസിനെതിരെ MEN5CV വാക്സിൻ നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ രാജ്യം ഏതാണ്? ലോകത്തിലെ ആദ്യത്തെ രാജ്യം എന്ന് പറയുന്നത് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. എന്താണ്? 3 ആണ് കേട്ടോ. അതായത് നൈജീരിയ. നൈജീരിയ ആണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ആൻസർ നൈജീരിയ ആണ്.
അടുത്ത ക്വസ്റ്റൻ എന്താണ്? ഒപ്റ്റിക്കൽ ഫൈബറിലൂടെ പ്രകാശം കടന്നു പോകുന്നത് ഏത് തത്വം അനുസരിച്ചാണ്? ഏത് തത്വം അനുസരിച്ചാണ്? ആൻസർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ബി ആണ്, പൂർണ്ണാന്തരിക പ്രതിഫലനം. പൂർണ്ണാന്തരിക പ്രതിഫലനം. ഓക്കെ, കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? ഏതാണ് കൂട്ടത്തിൽ പെടാത്തത്? ഓപ്ഷൻ സി ആണ്, സെക്കൻഡ് ആണ് കൂട്ടത്തിൽ പെടാത്തത്. ഒരു കോൺകേവ് ദർപ്പണത്തിന് മുന്നിൽ 10 സെന്റിമീറ്റർ അകലെ പ്രകാശിക്കുന്ന വസ്തു വച്ചപ്പോൾ അതിന്റെ യഥാർത്ഥ പ്രതിബിംബം ദർപ്പണത്തിൽ നിന്നും 40 സെന്റിമീറ്റർ അകലെ രൂപപ്പെടുന്നു. ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം കണക്കാക്കുക. ഓക്കെ, ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം കണക്കാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് കേട്ടോ, -8 സെന്റിമീറ്റർ. -8 സെന്റിമീറ്റർ. ഓക്കെ, ഏറ്റവും മികച്ച പൊതുഗതാഗതമുള്ള നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ നഗരം ഏതാണ്? ഇന്ത്യൻ നഗരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, മുംബൈ ആണ് ആൻസർ എന്ന് പറയുന്നത്. മുംബൈ ആണ് ആൻസർ. ചാറ്റ് ജിപിടിക്ക് നിരോധനം ഏർപ്പെടുത്തിയ ആദ്യ പാശ്ചാത്യ രാജ്യം. ചാറ്റ് ജിപിടിക്ക് നിരോധനം ഏർപ്പെടുത്തിയ ആദ്യ പാശ്ചാത്യ രാജ്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ഇറ്റലിയാണ്. എന്താണ്? ഇറ്റലിയാണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, കുമ്മായം അടിച്ച ചുവരിൽ ഒരു തിളക്കം കാണപ്പെടുന്നത് എന്ത് രൂപപ്പെടുന്നത് കൊണ്ടാണ്? എന്ത് രൂപപ്പെടുന്നത് കൊണ്ടാണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, കാൽസ്യം കാർബണേറ്റ് ആണ്. കാൽസ്യം കാർബണേറ്റ്. ഇരുമ്പ് ഫയലിങ്ങുകളിൽ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് ചേർക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? എന്താണ് സംഭവിക്കുന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ്. ഓക്കെ, അതായത് FeCl3H2 ഉണ്ടാകുന്നു. ഓക്കെ, FeCl3H2 ഉണ്ടാകുന്നു. ഡി സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം, പരമാവധി എണ്ണം. ഓക്കെ, ഡി സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ പരമാവധി എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് പരമാവധി എണ്ണം എന്ന് പറയുന്നത്? ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഡാഷ് ഉൽപാദനത്തിനുള്ള അസംസ്കൃത വസ്തുവാണ് ഇൽമനേറ്റ്. ഡാഷ് ഉൽപാദനത്തിനുള്ള അസംസ്കൃത വസ്തുവാണ് ഇൽമനേറ്റ് എന്ന് പറയുന്നത്. എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, TiO2. ഓക്കെ, TiO2 ആണ്. അക്വേറിയത്തിന്റെ അടിയിൽ നിന്ന് ഉയരുന്ന വായു കുമിളകളുടെ വലിപ്പം വർദ്ധിക്കുന്നത് ഏത് വാതക നിയമം അനുസരിച്ചാണ്? ഏത് വാതക നിയമം അനുസരിച്ചിട്ടാണ്? ഓപ്ഷൻ എ ആണ്, ബോയിൽ നിയമമാണ് ആൻസർ. ബോയിൽ നിയമമാണ് ആൻസർ എന്ന് പറയുന്നത്. പത്രപ്രവർത്തനത്തിന്റെ പുരോഗതിക്ക് വേണ്ടി സ്ഥാപിച്ച കേരള പ്രസ് അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? കേരള പ്രസ് അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? ഓപ്ഷൻ സി ആണ്, കാക്കനാട്. കാക്കനാടാണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, മികച്ച സിനിമാ നടനുള്ള ദേശീയ അവാർഡ് ലഭിച്ച ആദ്യത്തെ മലയാള നടൻ ആരാണ്? ആദ്യത്തെ മലയാള നടൻ ആരാണ്? ഓപ്ഷൻ സി ആണ്, PJ ആന്റണി. ഓക്കെ, താഴെ തന്നിരിക്കുന്നതിൽ പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെ? മൈമുന എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചത് OV വിജയനാണ്. സ്മാരകശിലകൾ എന്ന നോവലിലെ കഥാപാത്രമാണ് മൈമുന. പുനത്തിൽ കുഞ്ഞബ്ദുള്ള സൃഷ്ടിച്ചിട്ടുള്ള കഥാപാത്രമാണ് മൈമുന. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, ഒന്ന് മാത്രം. മൈമുന എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചത് OV വിജയനാണ്. ഓക്കെ, 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ മലയാളത്തിന്റെ ദേശകാലങ്ങൾ എന്ന സാഹിത്യ പഠനം എഴുതിയത് ആരാണ്? ആരാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ, EV രാമകൃഷ്ണൻ. EV രാമകൃഷ്ണൻ. ഓക്കെ, താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെ? ഷാജി കരുൺ ആദ്യമായി സംവിധാനം ചെയ്ത സിനിമയാണ് പിറവി. ഓക്കെ, 1989 മികച്ച സിനിമയ്ക്കും സംവിധായകനുമുള്ള അവാർഡ് നേടിയ സിനിമയാണ് പിറവി. G അരവിന്ദന് ദേശീയ അവാർഡ് ലഭിച്ച സിനിമയാണ് പിറവി. ഓക്കെ, ഇവിടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, 1ഉം 2ഉം. എന്താണ്? ഷാജി കരുൺ ആദ്യമായിട്ട് സംവിധാനം ചെയ്ത സിനിമയാണ് പിറവി. അതുപോലെ തന്നെ 1989 മികച്ച സിനിമയ്ക്കും സംവിധായകനുമുള്ള അവാർഡ് നേടിയ സിനിമയാണ് പിറവി. ഓക്കെ, ഏകദിന ക്രിക്കറ്റിൽ ഡബിൾ സെഞ്ചുറി നേടിയ ആദ്യത്തെ ഇന്ത്യൻ ബാറ്റ്സ്മാൻ ആരാണ്? ആദ്യത്തെ ഇന്ത്യൻ ബാറ്റ്സ്മാൻ ആരാണെന്നാണ് ചോദിക്കുന്നത്. ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, സച്ചിൻ ടെണ്ടുൽക്കർ. സച്ചിൻ ടെണ്ടുൽക്കർ. ഇന്ത്യയുടെ ആദ്യത്തെ ഒളിമ്പിക്സ് ഹോക്കി ടീമിന്റെ നായകൻ ആരാണ്? ഇന്ത്യയുടെ ആദ്യത്തെ ഒളിമ്പിക്സ് ഹോക്കി ടീമിന്റെ നായകൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, ജയ്പാൽ സിംഗ് ആണ്. ജയ്പാൽ സിംഗ് ആയിരുന്നു ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റൻ എന്താണ്? പ്രൈവറ്റ് ബ്രൗസിംഗ് മോഡ് ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്നത് എന്തിനാണെന്നാണ് ചോദിച്ചത്. എന്തിനാണ്? ഓപ്ഷൻ സി, ബ്രൗസിംഗ് ചരിത്രം, കുക്കികൾ എന്നിവ സംഭരിക്കാതിരിക്കാൻ. ഓക്കെ, ബ്രൗസിംഗ് ചരിത്രം, ഓക്കെ, അത് കുക്കികൾ എന്നിവ സംഭരിക്കാതിരിക്കാൻ. ഓക്കെ, HTML ഒരു ചിത്രത്തെ പ്രദർശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ടാഗ് ഏതാണ്? HTML ഒരു ചിത്രത്തെ പ്രദർശിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ടാഗ് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ഒരു LAN ഇന്റർനെറ്റുമായിട്ട് ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. ഒരു LAN ഇന്റർനെറ്റുമായിട്ട് ബന്ധിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണം എന്ന് പറയുന്നത് ഇവിടെ ആൻസർ ഓപ്ഷൻ ബി ആണ്, റൗട്ടർ ആണ്. റൗട്ടർ. ഓക്കെ, IT ആക്ട് പ്രകാരം ഇന്ത്യയിൽ സൈബർ സുരക്ഷാ സംഭവങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള ബോഡി. IT ആക്ട് പ്രകാരം ഇന്ത്യയിലെ സൈബർ സുരക്ഷാ സംഭവങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള ബോഡി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ്, 13 ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം. ഓക്കെ, ഇൻപുട്ട് ഉപകരണം. താഴെ തന്നിരിക്കുന്നവയിൽ ഇൻപുട്ട് ഉപകരണം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, സ്കാനർ ആണ് ആൻസർ എന്ന് പറയുന്നത്.
പോക്സോ നിയമം 2012 പ്രകാരം കുട്ടിയായി നിർവചിച്ചിരിക്കുന്നത് ആരെയാണ് ഓപ്ഷൻ ഡി 18 വയസ്സിന് താഴെ പ്രായമുള്ളവർ. ഒരു വർഷത്തിൽ കേന്ദ്ര ഉപഭോക്തൃ സമിതി കുറഞ്ഞത് എത്ര തവണ മീറ്റിംഗ് കൂടിയിരിക്കണം എന്നാണ് നിയമം അനുശാസിക്കുന്നത്? എത്ര തവണ മീറ്റിംഗ് കൂടിയിരിക്കണം? ആൻസർ ഓപ്ഷൻ എ ആണ്, ഒരു തവണ. ഓക്കെ, കുറഞ്ഞത് എന്നാണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത്, ഒരു തവണ. ദേശീയ സംസ്ഥാനങ്ങളിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരുടെ കാലാവധി എത്രയാണ് കാലാവധി? ഓപ്ഷൻ ബി ആണ്, 3 വർഷം. ദേശീയ വനിതാ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷ ആരാണ്? ദേശീയ വനിതാ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷ ആരാണ്? ജയന്തി പട്നായിക് ആണ്, ജയന്തി പട്നായിക്. ഗാർഹിക പീഡന നിരോധന നിയമം 2005 പ്രകാരം താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതാണ്? തന്നിരിക്കുന്നവയിൽ ശരിയല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഗാർഹിക പീഡനത്തിന് ഇരയായവർക്ക് പങ്കാളിയായിട്ട് താമസിച്ച വീട്ടിൽ താമസിക്കാനുള്ള അവകാശം ഉണ്ടായിരിക്കുന്നതല്ല. ഇത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്, കാരണം അവകാശം ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ. ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിൽ ചെയർപേഴ്സണെ കൂടാതെ എത്ര അംഗങ്ങൾ ഉണ്ട്? ചെയർപേഴ്സണെ കൂടാതെ എത്ര അംഗങ്ങളാണ് ഉള്ളത്? ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി തന്നെയാണ് കേട്ടോ. ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണ്. 6 പേര് ഉണ്ടായിരിക്കും. ഓക്കെ. സംസ്ഥാന സർക്കാരുകൾ സ്ഥാപിക്കുന്ന വാർദ്ധക്യകാല ഗൃഹങ്ങളിൽ കുറഞ്ഞത് എത്ര മുതിർന്ന പൗരന്മാർക്ക് താമസ സൗകര്യം നൽകേണ്ടതാണ്? എത്ര മുതിർന്ന പൗരന്മാർക്ക് താമസ സൗകര്യം നൽകേണ്ടതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, 150. എത്രയാണ്? 150. ഓക്കെ, ഇത് മാത്സിന്റെ ആണ് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു പോവാം. ഒരു ത്രികോണത്തിലെ കോണുകൾ 5:3:4 എന്ന അംശബന്ധത്തിലായാൽ ത്രികോണത്തിലെ ചെറിയ കോൺ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, 45. ഓക്കെ. z = x + y മൈനസിൽ x = -10 y = 3 ആയാൽ z എത്ര? ഓക്കെ, ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ബി ആണ്, -7. ഓക്കെ, കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, 16. 6ന്റെ ആദ്യ 6 ഗുണിതങ്ങളുടെ മാധ്യമം എത്ര? 6ന്റെ ആദ്യ 6 ഗുണിതങ്ങളുടെ മാധ്യമം എത്രയാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, 19. 40 മീറ്റർ നീളവും 30 മീറ്റർ വീതിയുമുള്ള ഒരു ചതുരത്തിന്റെ ചുറ്റളവ് ഒരു സമചതുരത്തിന്റെ ചുറ്റളവിനോട് തുല്യമായാൽ ആ സമചതുരത്തിന്റെ വശം എത്രയായിരിക്കും? ഓക്കെ, എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്താണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, 35. ഒരു വരിയിൽ അരുൺ മുന്നിൽ നിന്ന് 4-മതും പിന്നിൽ നിന്ന് 20-മതുമായാൽ ആ വരിയിൽ ആകെ എത്ര പേരുണ്ട്? ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ്, 23. ഓക്കെ. 18 - 6 × 3 × 4 = എത്രയാണ്? ഓപ്ഷൻ എ ആണ്, 10 ആണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ. -2 ഡിവൈഡഡ് ബൈ 3 into 3 ഡിവൈഡഡ് ബൈ 5/2. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ, -8 ഡിവൈഡഡ് ബൈ 75. 53.6 എന്ന സംഖ്യ 72.29 കുറവാണ്. എത്ര കുറവാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, 18.69. 18.69. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? 1, 2, 4 എന്ന സംഖ്യാശ്രേണിയിലെ 10ാം പദം എത്രയാണ്? 512 ആണ്. 512. ഓക്കെ. ഇത് ഇംഗ്ലീഷ് ആണ്. Modern technology makes it easier than ever to eavesdrop on electronic communication. Find the option that is closest in meaning to the underlined word. തന്നിരിക്കുന്നതിൽ ക്ലോസ് ആയിട്ടുള്ളത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. തന്നിരിക്കുന്ന വേർഡുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത്. ഇവിടെ ആൻസർ എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് അല്ലേ? ടു ലിസൺ സീക്രറ്റ്ലി ടു എ പ്രൈവറ്റ് കോൺവെർസേഷൻ. അതിനെയാണ് നമ്മൾ eavesdrop എന്ന് പറയുന്നത്. ഓക്കെ, eavesdrop എന്ന് പറയുന്നത്. Do you remember the passenger dash traveled yesterday without a ticket? Okay, dash traveled yesterday without a ticket. എന്താണ്? ഓപ്ഷൻ ബി ആണ്, ഹൂ അല്ലേ? ഡു യു റിമെമ്പർ ദ പാസഞ്ചർ ഹു ട്രാവൽഡ് യെസ്റ്റർഡേ വിത്തൗട്ട് ടിക്കറ്റ്? ഓക്കെ. അടുത്ത എന്താണ്? മാർട്ടിൻ എയ്റ്റ് ദ ഡാഷ് എമൗണ്ട് ഓഫ് ഷവർമ അറ്റ് ദ പാർട്ടി പ്രിഫറിംഗ് ടു സ്നാക്ക് ഓൺ വെജിറ്റബിൾസ്. ചൂസ് ദ സൂപ്പർലേറ്റീവ് ഫോം ഓഫ് ദി അഡ്ജക്റ്റീവ് ഫ്രം ദ ഓപ്ഷൻസ്. ഇവിടെ ആൻസർ എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ, ലീസ്റ്റ് ആണ് വരുന്നത്. ഓക്കെ. മാർട്ടിൻ എയ്റ്റ് ദ least amount of shawarma at the party preferring to snack on vegetables. Okay. Pursuing a graduate degree from a reputable institution these days can cost an arm and a leg. Okay, and a leg. Identify the meaning of the idiom. Underline. തന്നിരിക്കുന്നതില്ല ഇഡിയത്തിന് അണ്ടർലൈൻ ഐഡന്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? ഓപ്ഷൻ സി ആണ് കേട്ടോ, എക്സ്പെൻസീവ് ആണ്. an arm and a leg എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? എക്സ്പെൻസീവിനെയാണ് നമ്മൾ പറയുന്നത്. ഓക്കെ.
Which one of the following words is an example of a compound word consisting of a verb plus adverb pattern? Okay, answer എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ബ്രേക്ക് ത്രൂ ആണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ദ ഡാഷ് ഓഫ് ദ റോയൽ ഫാമിലി സ്റ്റിൽ പ്രിസർവ് ദെയർ ട്രഡീഷൻ ആൻഡ് കൾച്ചർ ഹെറിറ്റേജ്. പിക്ക് ഔട്ട് ദി കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. ഓക്കെ, എന്താണ് ആൻസർ എന്ന് പറയുന്നത്? എന്താണ് ആൻസർ എന്ന് പറയുന്നത്? ഓപ്ഷൻ ബി ആണ്, ഡിസെൻഡൻസ്. ഓക്കെ, എന്താണ് ഡിസെൻഡൻസ്? ഓക്കെ, this cloth used to fade when washed. Okay, this cloth used to fade when washed. Dash ഇവിടെ ക്വസ്റ്റ്യൻ ടാഗ് ആണ്. ഏതാണ് ഇവിടെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്? ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഡിഡിന്റ് ഇറ്റ് ആണ്, ഡിഡിന്റ് ഇറ്റ് ആണ്. ഓക്കെ, ക്ലോസ് ദി വിൻഡോ, ചേഞ്ച് ഇൻ ടു പാസീവ് വോയിസ്. ഓക്കെ, ചേഞ്ച് ഇൻ ടു പാസീവ് വോയിസ്. എന്താണ് ആൻസർ എന്ന് പറയുന്നത്? ഓപ്ഷൻ ഡി ആണ്. ലെറ്റ് ദ വിൻഡോ ബി ക്ലോസ്ഡ്. ലെറ്റ് ദ വിൻഡോ ബി ക്ലോസ്ഡ്. ഓക്കെ, അടുത്ത ക്വസ്റ്റൻ എന്താണ്? ദ പ്രിൻസിപ്പൽ ഓർഡേർഡ് എ ഡാഷ് ഓഫ് എ പേപ്പർ ടു പ്രിന്റ് ദ സ്റ്റുഡൻസ് ഹാൾ ടിക്കറ്റ്. ഫിൽ ഇൻ ദി ബ്ലാങ്ക് യൂസിംഗ് ദി മോസ്റ്റ് സ്യൂട്ടബിൾ കളക്റ്റീവ് നൗൺ ഫ്രം ദി ഓപ്ഷൻസ് ഗിവൻ. ഓക്കെ, എന്താണ് ആൻസർ എന്ന് പറയുന്നത്? എന്താണ് ആൻസർ എന്ന് പറയുന്നത്? ഓപ്ഷൻ സി ആണ്, റീം ആണ് ആൻസർ എന്ന് പറയുന്നത്. The manager asked Reggie, why didn't you come to the office yesterday? The manager asked Reggie. Complete the report speech. ആൻസർ എന്താണ്? ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ. Why she has not come to the office the previous day. Okay, അടുത്ത എന്താണ്? അടുത്തത് മലയാളമാണ്. ഓക്കെ, വിൺതലം സന്ധി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് വിൺതലം എന്ന് പറയുന്നതിന്റെ സന്ധി? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, ആദേശ സന്ധി. ഓക്കെ, ക്ലീബം എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? ക്ലീബം എന്നാൽ എന്താണ് അർത്ഥം വരുന്നത്? അർത്ഥം വരുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ, നപുംസകം. ഓക്കെ, എന്താണ്? നപുംസകമാണ് ആൻസർ വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? കൂട്ടത്തിൽ പെടാത്തത് ഏതെന്ന് കണ്ടെത്തുക. കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, മഞ്ഞാണ് കേട്ടോ കൂട്ടത്തിൽ പെടാത്തത്. ഓക്കെ, ശരിയായിട്ടുള്ള വിപരീത പദം ഏതെന്ന് നോക്കുക. ശരിയായിട്ടുള്ള വിപരീത പദം ഇവിടെ ഏതാണ് തന്നിരിക്കുന്നതില്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, അപജയമാണ് ആൻസർ എന്ന് പറയുന്നത്. അടുത്ത എന്താണ്? ചുട്ടെഴുത്തുകൾ എന്നറിയപ്പെടുന്നവ ഏവ. ചുട്ടെഴുത്തുകൾ എന്നറിയപ്പെടുന്നത് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, ആ ഇ എ. ഓക്കെ, ചതയില്ലാത്തടത്ത് കത്തി വെക്കരുത് എന്ന പ്രയോഗത്തിന്റെ അർത്ഥം എന്താണ്? ചതയില്ലാത്തടത്ത് കത്തി വെക്കരുത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫലമില്ലാത്തടത്ത് പ്രവർത്തിക്കരുത്. തന്നിരിക്കുന്ന എതിർലിംഗ രൂപങ്ങളിൽ തെറ്റായ ജോഡി ഏതാണ്? തന്നിരിക്കുന്ന എതിർലിംഗ രൂപങ്ങളിൽ തെറ്റായിട്ടുള്ള ജോഡി ഏതാണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, കവിയിത്രി അല്ല കവയിത്രിയാണ്. ഓക്കെ, കവയിത്രി എന്നുള്ളതാണ്. പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ എന്താണ്? പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളെ പറയുന്നതാണ് പിപ്പാട്ടി ഷൂ. സ്ത്രീ പുരുഷ പുംസകങ്ങളിലെ ഏതെങ്കിലും ഒന്നിന്റെ മാത്രം ബഹുത്വത്തെ കുറിക്കുന്നതാണ്. എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, സലിംഗ ബഹുവചനം. കാലുകൊണ്ട് വെള്ളം കുടിച്ച് തല കൊണ്ട് മുട്ടയിട്ടു എന്ന കടങ്കഥയുടെ ഉത്തരം ഏതാണ്? എന്ന് പറയുന്നത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, തെങ്ങാണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കിയത്. അപ്പൊ ഇത് ഒരു 10th ലെവൽ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഇനി വരാൻ പോകുന്ന എക്സാമുകൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഓക്കെ, അപ്പോ ഇനി വരുന്ന VFO, ബെവ്കോ LD, അതുപോലെ തന്നെ നമ്മുടെ സെക്രട്ടേറിയറ്റ് OA, ലാബ് അസിസ്റ്റന്റ്, നമ്മുടെ സപ്ലൈകോ അസിസ്റ്റന്റ് പോലുള്ള പരീക്ഷകളൊക്കെ എഴുതുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻ പേപ്പർ എന്തായാലും പഠിക്കുക. കാരണം ഇത് നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. അപ്പൊ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാം. അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആവശ്യമുള്ള ആൾക്കാരെല്ലാം ജസ്റ്റ് ഒന്ന് നമ്മുടെ പേജ് ഒന്ന് ചെക്ക് ചെയ്യുക, പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്.